ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ ആന്റണി രാജു MLA അവർകളെ, ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബാക്കി വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും, എൻ്റെ മുന്നിലുള്ള സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം. ദീർഘമായ ഒരു പ്രഭാഷണം ഇനി ആവശ്യമില്ല. എന്താണ് ഇവിടെ നടക്കുന്ന കാര്യമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. എങ്കിലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് 3 അഭിനന്ദനങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ പരിപാടി എന്നുള്ളതിനെപ്പറ്റി നല്ല ഭംഗിയായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 3 അഭിനന്ദനങ്ങൾ. പ്രധാനമായിട്ട് സാംസ്കാരിക വകുപ്പിനെ അഭിനന്ദിക്കണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലത്. കോവിഡ് കൊണ്ട് നമ്മൾ വളരെ വളരെ ബുദ്ധിമുട്ടിയിരുന്നൊരു കാലത്ത് ഈ കലാകാരന്മാർക്ക് യാതൊരു പരിപാടിയുമില്ല, ഒരു പ്രോഗ്രാമും ഇല്ലാതെ ഏതാണ്ട് പട്ടിണിയുടെ പക്കത്തെത്തിയപ്പോൾ ആ ഒരു ആശയം മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഡിജിറ്റലായിട്ട് ഈ പരിപാടികൾ അവതരിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കാനുള്ള ഒരു വലിയ സ്വദേശ പരിപാടി, ഒരു വലിയ മനുഷ്യത്വത്തിൻ്റെ ഒരു വക്താവായി ബഹുമാനപ്പെട്ട മന്ത്രിയും അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശയം കൊടുത്താൽ അതിനെ ആവിഷ്കരിക്കാൻ കഴിവുള്ള പ്രമോദ് പയ്യന്നൂരും ചേർന്ന്, ഭാരത് ഭവനും ചേർന്ന് കോവിഡ് കാലത്ത് ഇവിടെ അനേകം കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകി കോവിഡൊക്കെ പോയി ഭാഗ്യത്തിന്, എങ്കിലും അത് മറക്കാൻ പാടില്ല. അത് ചെയ്യാൻ മനസ്സുള്ള ഒരു മന്ത്രിയും വകുപ്പും നമുക്കുണ്ടായി എന്നത് ഈ കലാകാരന്മാരുടെ ഈ കാര്യങ്ങൾ പറയുന്ന ഈ വേദിയിൽ പറയണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ 1ാമത്തെ അഭിനന്ദനം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ വകുപ്പിനും ഭാരത് ഭവനും പ്രമോദ് പയ്യന്നൂരിനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരു ടീമുണ്ട്. എല്ലാവർക്കും ഈ രാജ്യത്തിൻ്റെ കലാകാരന്മാരുടെ, കേരളത്തിലെ കലാകാരന്മാരുടെ പേരിൽ, കലാകാരന്മാർ വലിയ സിനിമാ കലാകാരന്മാരല്ല പറയുന്നത് കേട്ടോ, അവരുടെ കാര്യവും കഷ്ടമായിരുന്നു അന്ന്. പക്ഷേ അതിനേക്കാളും കഷ്ടമായിരുന്നു ഫോക്ക് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള കലാകാരന്മാർ. ഉത്സവപ്പറമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉത്സവമില്ല, പുറത്തിറങ്ങാനും വയ്യാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്തത്. എങ്ങനെ കേരളം മറക്കും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തെ, അതാണ് 1ാമത്തെ അഭിനന്ദനം. രണ്ടാമത്തെ അഭിനന്ദനം, ഇവിടെ നമ്മളിന്ന് കടൽമിഴിയാണ്, കടലോരത്തിൻ്റെ സംസ്കൃതി രേഖപ്പെടുത്താനുള്ള പരിപാടി. കടലോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ സംസ്കാരം എന്താണ് എന്ന് കേരളം കണ്ടതാണ്. ഈ കടലിൻ്റെ മക്കളുടെ സംസ്കാരം ഈ കലാവിഷ്കാരങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന സംസ്കാരത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തിൻ്റെയും സാഹസികതയുടെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അവർ ഇവിടുന്ന് വഞ്ചിയും വള്ളവുമായി വെള്ളം കയറിക്കിടന്ന സ്ഥലങ്ങളിൽ പോയി അതിസാഹസികമായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിലൂടെയാണ് തങ്ങളുടെ സംസ്കാരം എന്ത് എന്ന്, സ്നേഹത്തിൻ്റെ സംസ്കാരം എന്ത് എന്ന് ഈ കേരളം കണ്ടത്. അതുകൊണ്ട് അവരെ അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് 2ാമത്തെ അഭിനന്ദനം. 3ാമത്തെ അഭിനന്ദനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാലയ്ക്കും അതിൻ്റെ ഇന്നലെ പടി ഇറങ്ങിയ ഡോക്ടർ സജി ഗോപിനാഥിനുമാണ്. അദ്ദേഹം ഇന്നിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃപേടകത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് പോയതാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. അന്തസ്സായി കാലാവധി പൂർത്തിയാക്കിയ ഒരു വൈസ് ചാൻസലർ കൂടിയാണ് അദ്ദേഹം വൈസ് ചാൻസലറുടെ ജോലി എന്തെന്നും പദവി എന്തെന്നും മനസ്സിലാക്കി അന്തസ്സായി ഡിജിറ്റൽ സർവകലാശാലയെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമാക്കി കഴിഞ്ഞു അദ്ദേഹം. ഇന്ന് ഞാൻ മെനഞ്ഞാന്ന് ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയെ പറ്റി പിന്നെയും പറയൂ എന്ന് മറ്റൊരു വൈസ് ചാൻസലർ എന്നോട്, ഹരിയാനയിലൊരു വൈസ് ചാൻസലർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ടെൽ മീ മോർ അബൌട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയെ ഇന്ത്യയിൽ വളരെ പരിചിതമാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത സജി ഗോപിനാഥിനെയും, അവർക്കിപ്പോൾ ഇതൊന്നും ഈ ഡിജിറ്റൽ സർവകലാശാലയ്ക്കിപ്പോൾ ഈ കലാപരിപാടി കൾച്ചറിനെ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല. അവർ സ്വമേധയാ കണ്ടെത്തിയതാണ്. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ, ഇപ്പം തന്നെ പലതും മന്ത്രി പറഞ്ഞതുപോലെ അന്യം നിന്ന് പോയി. ഇപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസംഗം ആകെ കൂടെ നമ്മുടെ മനോരമയിലൊരു പരിപാടിയിലാണ് ആകെ യൂട്യൂബിലുള്ളത്, വേറൊന്നുമില്ല. എത്രയോ ആളുകൾ ഇപ്പോൾ തകഴിയുടെ ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ നമുക്ക് വിചാരിച്ചപ്പോൾ സാധിക്കുകയില്ല. ഞാൻ വിചാരിക്കണം, ഈ ചങ്ങമ്പുഴയൊക്കെ നമ്മളൊന്ന് നേരിട്ട് കണ്ടിട്ടില്ല, ഒന്ന് കണ്ടൊക്കെ എന്ത് നന്നായിരുന്നു. അങ്ങനെ എത്ര പേര് നമ്മൾ ജീവിച്ചിരിക്കുക തന്നെ, ചങ്ങമ്പുഴ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പോയി, പക്ഷെ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന എത്രയോ മഹാന്മാരെ
ഒന്ന് ഉടലോടെ കാണാൻ നമുക്കിനി സാധ്യമല്ലല്ലോ. ഇപ്പോൾ കൃഷ്ണപിള്ള സാറ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐശ്വര്യമായിരുന്ന കൃഷ്ണപിള്ള സാറ്, ONV സാറിനെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കിട്ടി. അതിനു മുമ്പ് എത്ര പേര്, തിരുനെല്ലൂർ കരുണാകരൻ തുടങ്ങി എത്ര ആളുകൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ. ഇപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായരെ പറ്റി പോലും ഏതോ ഡോക്യുമെൻ്ററി എടുത്തു വച്ചതുകൊണ്ട് അതുണ്ട് എന്നുള്ളതല്ലാതെ എത്രയോ കലാകാരന്മാരുടെ അവരെങ്ങനെയാണ് ജീവിച്ചതെന്നും എന്താണ് അവരുടെ കലാ മികവെന്നും നമുക്കറിയാൻ സാധിക്കാത്ത രീതിയിൽ അന്യം നിന്ന് പോയി. എന്തിന്, വേറൊരു വലിയ പാതകം കൂടി നമ്മുടെ കാലഘട്ടത്തിൽ നടന്നു. ഈ ദൂരദർശൻ ഇവിടെ ഉണ്ടായ സമയത്ത് ഒരുപാട് കലാരൂപങ്ങൾ അവർ ഡോക്യുമെൻ്റ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതൊന്നും അവിടെ കിട്ടാനില്ലെന്ന് മാത്രവുമല്ല, അവരുപയോഗിച്ചിരിക്കുന്ന ആ ഫോർമാറ്റിൽ നിന്ന് അത് വീണ്ടെടുക്കാൻ സാധ്യമല്ല. അത് എവിടെ പോയെന്നറിയാൻ വയ്യ. ആകാശവാണിയുടെ സ്ഥിതിയും ഒട്ടും മെച്ചമല്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നഷ്ടമാവുന്നതിന് മുമ്പ് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അനന്തര തലമുറയ്ക്ക് വേണ്ടി ഇത് സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ഡിജിറ്റൽ ടെക്നോളജിയുടെ ആ വകതിരിവിനെ, അവരുടെ ദൗത്യമെന്ത്, ആ ടെക്നോളജിയുടെ പ്രയോജനമെന്ത്, അതിൻ്റെ വ്യാപ്തി എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് മുന്നോട്ട് വന്ന ഡോക്ടർ സജി ഗോപിനാഥിനെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും, ഇവിടെ രജിസ്ട്രാറുണ്ട്, പിന്നെ ഇനിഷ്യലിലാണ് ജി എങ്കിലും മാളു ജി എന്ന് ആളുകൾ ബഹുമാനത്തോടു കൂടി മാത്രമേ എന്നെ വിളിക്കാവൂ എന്ന് നിർബന്ധത്തിൽ മാളു ജി എന്ന അവസാനമാണ് വെച്ചിരിക്കുന്നത്. ജി മാളു എന്ന് പറഞ്ഞാൽ ബഹുമാനം വരികയില്ല, അതുകൊണ്ടാണ് മാളു ജി എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള മാളുവിനെയും ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പുസ്തകം എടുത്ത് വേറൊരു ഷെൽഫിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകം കിട്ടുകയില്ല. അതാണല്ലോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി നമ്മളൊരു പുസ്തകത്തിൻ്റെ പേരറിയാം, ചോദിച്ചാൽ അത് ഇരിക്കേണ്ട സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ ഡിജിറ്റൽ ടെക്നോളജിയിൽ അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇവരെ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഇവിടെ ഡിജിറ്റലൈസ് ചെയ്യുമെങ്കിലും അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത്, ഇപ്പോൾ ഉദാഹരണത്തിനോട് മാളു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓല അല്ലെങ്കിൽ വാഴയില ഉപയോഗിക്കുന്ന കലാരൂപങ്ങൾ ഉണ്ടോ ഒന്ന് ചോദിച്ചാൽ ഒരാളിനും പെട്ടെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ കയറിയാൽ അതെല്ലായിടത്തും പോയിട്ട് ഇന്നടത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണല്ലോ, വളരെ പെട്ടെന്ന് നമ്മൾ ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരവുമായിട്ട് വരുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ നമ്മുടെ കലാരൂപങ്ങളെപ്പറ്റി, നമ്മുടെ കലാസംസ്കാരത്തെപ്പറ്റി ഒക്കെ തന്നെ ഗവേഷണം ചെയ്യുന്നവർക്ക്, കേരളത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം ഏറ്റവും വലിയ വിഭവ കേന്ദ്രമായി ഈ വെബ്സൈറ്റ് മാറും, ഈ പോർട്ടൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെപ്പറ്റി വിദേശങ്ങളിലൊക്കെ അറിയാൻ പോകുന്നത് ഏറ്റവും കൂടുതലായി ഈ പോർട്ടലിലൂടെ ആയിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കുന്നത് കൊണ്ട്. സർ, നിർഭാഗ്യവശാൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും പരസ്പരം സംസാരിക്കുകയില്ല. അതാണ് അക്കാഡമികളിലെല്ലാം ഉണ്ട്. ലളിതകലാ അക്കാഡമിയിൽ ചിത്രകലയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സംഗീത നാടക അക്കാഡമിയിൽ കുറേയേറെ വീഡിയോ ആയിട്ടും ടേപ്പായിട്ടൊക്കെ ഇരിപ്പുണ്ട്. സാഹിത്യ അക്കാഡമിയിലുണ്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ. എന്നാൽ ഇതെല്ലാം വേറൊരു സ്ഥാപനത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന ഒരു മനോഭാവം സർക്കാരിലുണ്ട്. അത് ഡിജിറ്റൽ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു നിർബന്ധത്തിൻ്റെയും ആവശ്യമില്ലെന്ന് മാത്രമല്ല, ഉള്ളതെല്ലാം എടുത്തു കൊടുത്ത് ഈ പോർട്ടൽ ധന്യമാക്കാൻ ഇവിടുത്തെ എല്ലാ അക്കാദമികളോടും അങ്ങ് നിർദ്ദേശിക്കണം. ഇത് വീണ്ടും കിട്ടുകയില്ല. അവിടെ ഇരുന്ന് നശിച്ചു പോകുന്നതിന് മുൻപ് ദയവ് ചെയ്ത് അത്തരത്തിലുള്ളൊരു സർക്കാരിൻ്റെ കൽപ്പന ഉണ്ടാവണം എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. വാക്കാൽ പറഞ്ഞ ഒരു പ്രയോജനമില്ല സാർ. കാരണം ഇവിടെ ഞാൻ മലയാള സർവകലാശാല വൈസ് ചാൻസലറായിരിക്കെ ഒരു മലയാളം നിഘണ്ടു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സീഡിറ്റ് ശബ്ദധാരാവലി മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ മന്ത്രിയോട് പറഞ്ഞ്, മന്ത്രി ഇതുപോലെ വാക്കാൽ പറഞ്ഞ് എനിക്കൊരു CD തന്നു. ആ CDക്കകത്ത് ഇതല്ല, വേറെ എന്തോ സാധനമാണ്. അവസാനം ഞങ്ങൾ ഈ ശബ്ദധാരാവലി മുഴുവൻ വീണ്ടും DTP ചെയ്ത് അടിച്ചു കയറ്റി. ഏതാണ്ട് ഒരു വർഷം എടുത്തു. അത് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സമൂഹത്തിലുള്ളൊരു, ഞാൻ ഉണ്ടാക്കിയത് എൻ്റെത് നിനക്ക് തരികയില്ല, അത് മാറണം. അങ്ങനെയാണെങ്കിൽ ഗൂഗിളൊക്കെ എന്തൊക്കെയാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറി നമുക്ക് കിട്ടും നമ്മളാരെങ്കിലും ചെയ്തതാണോ, ഉണ്ടതാണോ, തിന്നതാണോ എന്ന് ചോദിച്ച മാതിരി ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നോളജ് ഈസ് ഫോർ എവ്രി വൺ. ആ ഒരു വിചാരത്തോടു കൂടി നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെല്ലാം ഇവർക്ക് കൈമാറുമെങ്കിൽ അത് അനന്തര തലമുറയ്ക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ കടലിനെ പറ്റി പറഞ്ഞു. അതുപോലെ ഓരോ പ്രദേശത്തിലും കുട്ടനാട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കലാരൂപങ്ങളാണ്. അത് കൊയ്ത്തുമായിട്ടും നടിയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണെങ്കിൽ വേറൊരു തരത്തിലുള്ള കലാരൂപങ്ങൾ. ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. ഇതെല്ലാം അറിയാനും ലോകത്തെ അറിയിക്കാനും സാധിക്കുന്ന ഈ വലിയ പദ്ധതിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടെക്നോളജി ഉള്ള സ്ഥിതിക്ക്
ഡിജിറ്റലൈസ് ഓർ പെരിഷ് എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ വിസ്മൃതരാവുക എന്നുള്ളതാണ് ഇന്നത്തെ രീതി. ഡിജിറ്റലൈസ് ഓർ പെരിഷ്. നമ്മൾ പെരിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വി ഷാൽ ഫ്ലറിഷ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഉപദേശക സമിതി അംഗമാക്കിയ സജി ഗോപിനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി രൂപകൽപ്പന ചെയ്ത് സംവിധാനം ചെയ്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അതിനെല്ലാ പിന്തുണയും കൊടുത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എല്ലാവർക്കും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.